സുരേഷ് സാർ, ഈ പശ്ചിമ ബംഗാളിലെ ഒരു കാര്യമെടുത്താൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അവിടെ ഏത് കമ്പനിയാണ് ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ചത് എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഏറ്റവും ലളിതമായ, വ്യക്തമായ ഒരു ചോദ്യം എന്ന് പറയുന്നത് എത്ര കമ്പനികളുടെ അവിടുത്തെ സംസ്ഥാനം തന്നെ പൂട്ടിച്ചു എന്ന് ചോദിക്കുന്നതായിരിക്കും. ഒരു വിധത്തിലും ഒരു ഇൻഡസ്ട്രിയെയും വളരാൻ അനുവദിക്കാത്ത ഒരു സംസ്ഥാനമായി വെസ്റ്റ് ബംഗാൾ മാറുന്നു എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണത്. കാരണം ഒരു വിധത്തിലും മമതാ ബാനർജിയുടെ കീഴിൽ അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിൽ അവിടെ ഒരു വ്യവസായത്തിനും വളരാനുള്ള ഒരു സാധ്യതയില്ല. എന്തുകൊണ്ടായിരിക്കാം സംസ്ഥാനം ഇങ്ങനെ പെരുമാറുന്നത്? മാത്രമല്ല, എന്താണ് നിലവിൽ അവിടുത്തെ ഒരു ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യവസായങ്ങളൊക്കെ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്? നമുക്ക് വെസ്റ്റ് ബംഗാളിനെ കുറെ പേര് ഈ ട്രോളിലൊക്കെ വേസ്റ്റ് ബംഗാൾ എന്ന് വിളിക്കുക. അതാണ് അവിടുത്തെ ഒരു ശരിക്കുള്ള ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് അഫെയർ. വെസ്റ്റ് ബംഗാളിൽ നമുക്കറിയാം 35 കൊല്ലം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചു. ജ്യോതിബാസു തൊട്ട് ബുദ്ധദേവ് ഭട്ടാചാര്യ വരെ. അവിടെയുള്ള കമ്പനികളെല്ലാം പൂട്ടിച്ചു. ഒരു സമയത്ത് ദാൽമിയാസ്, സിംഘാനിയാസ്, ജെയിൻസ്, ഡൺലപ്പ്, വലിയ വലിയ കമ്പനികൾ, മെറ്റൽ ബോക്സ്, ഇവരൊക്കെ കൽക്കട്ടയായിരുന്നു ഇവർ ആസ്ഥാനം. ഇവൻ ITC, അവരെയൊക്കെ ഓടുന്ന് ഓടിച്ചു മമതാ ബാനർജി. ഇപ്പോൾ മമതാ ബാനർജി, അതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റുകാർ. ഇവർക്ക് അവിടെ ഒരു ഇൻഡസ്ട്രിയും വേണ്ട. അതാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട്. എല്ലാവരും വിചാരിച്ചു കമ്മ്യൂണിസ്റ്റുകാർ പോയി കഴിഞ്ഞാൽ ആ വെസ്റ്റ് ബംഗാൾ നേരെയാവുന്നു. പക്ഷെ നേരെയായില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, സിംഗൂറിൽ നടന്ന ടാറ്റയുടെ പ്രോജക്റ്റിന് നേരെ മമതാ ബാനർജി നടത്തിയ ഒരു കലാപം അവിടെ. അവരത് വിട്ടുപോയി. ടാറ്റക്കാർ പോയി ഗുജറാത്തിൽ വൽസാഡിൽ പ്ലാന്റ് തുടങ്ങി. അവിടെയാണ് അതിന് അപ്പോൾ കാറുകൾ അവർ ആദ്യം നാനോ, ഇപ്പോൾ പിന്നെ ബാക്കിയുള്ള മോഡൽസ് ഒക്കെ അവിടെ നിന്നാണ് അവർ ഇറക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ നമ്മുടെ നാടുമാരി തന്നെയാണ്. എങ്ങനെയെങ്കിലും ഈ ബൂർഷ്വ ഇവരെ കോൺസെപ്റ്റ്, അതായത് ഒരുത്തൻ ഒരു മോഹൻലാല് മിഥുനത്തിന് ബിസ്ക്കറ്റ് ഫാക്ടറി തുടങ്ങിയ മാതിരിയാണ്. അതെങ്ങനെയെങ്കിലും പൂട്ടിക്കണം എന്നാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട്. എങ്ങനെയെങ്കിലും പൂട്ടിക്കണം. കേരളത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടർ ആൾക്കാരുടെ ജോലിയൊക്കെ പോകുക, കമ്പ്യൂട്ടറിനെ ബഹിഷ്കരിക്കണം. ഇന്നിപ്പോ കമ്മ്യൂണിസ്റ്റുകാർ കമ്പ്യൂട്ടറെ പറ്റി ഒന്നും പറയുന്നില്ല. ഇപ്പൊ IT പറ്റി പറയുന്നുള്ളവർ. ഇപ്പൊ ഈ മമതാ ബാനർജി ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം തുടങ്ങാൻ കാരണം നീതു, ഇതിലൊരു ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഇൻസെന്റീവ് കൊടുക്കും. ഒരു കമ്പനി ഒരു സംസ്ഥാനത്ത് വന്ന് ഒരു ഫാക്ടറി വെക്കണമെങ്കിൽ ഒന്ന് അവർക്ക് സ്ഥലം, അല്ലെങ്കിൽ അവിടുത്തെ ടാക്സസ്, അല്ലെങ്കിൽ വൈദ്യുതി സപ്ലൈ, അല്ലെങ്കിൽ വെള്ളം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കുറെ ഇൻസെന്റീവ് കൊടുക്കും. ഇത് ഭാരതദേശത്തിൽ മാത്രമല്ല കേട്ടോ, ചൈനയിലാണ് ഏറ്റവും കൂടുതൽ. ചൈനയിൽ സ്ഥലമൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുക. പിന്നെ അവരുടെ ലോണൊക്കെ 2%, 3%ഒക്കെയാണ് അവർ ഇൻഡസ്ട്രിയൽ ലോണിന്റെ പലിശ. നമ്മുടെ അവിടെ 16 തൊട്ട് 18ഒക്കെയാണ്. പക്ഷെ ഈ മമതാ ബാനർജി ഇപ്പോഴത്തെ പ്രോബ്ലം തുടങ്ങാൻ കാരണം വെസ്റ്റ് ബംഗാളിൽ ഒരു ഇൻസെന്റീവ് സ്കീം ഉണ്ടായിരുന്നു. അത് 1993 93 തുടങ്ങിയ ഒരു പരിപാടിയായിരുന്നു. ഇൻസെന്റീവ് കൊടുക്കുന്ന അപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തുടങ്ങി വെച്ചതാണ്. അതിൽ അവരത് ഇപ്പൊ വിഡ്രോ ചെയ്തു. അത് വേണ്ട. ശരി, എന്നാ നാളെ തൊട്ട് വേണ്ടെന്നല്ല. ഇതിനു മുമ്പ് എപ്പോൾ തുടങ്ങി വെച്ചോ അന്ന് തൊട്ട് ഇത് പറ്റില്ല. അന്നത്തെ കൊടുത്ത കാശ് നിങ്ങൾ തിരിച്ചെടുക്കാൻ പോവുകയാണ്. ആലോചിച്ചൊക്കെ, ഒരു ഇൻഡസ്ട്രി വന്നു, അവിടെ ഒരു ഫാക്ടറി തുടങ്ങി, പ്രൊഡക്ഷൻ തുടങ്ങി, ആ ഇൻസെന്റീവ് അവർ ഉപയോഗിച്ചു. ഇപ്പൊ പറയാ ആ ഇൻസെന്റീവ് ഒക്കെ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചതാ ഞങ്ങൾക്ക്. അത് ആരും സമ്മതിച്ചു കൊടുക്കില്ല. ഇത് കോടതിയിൽ ഇതിന്റെ ഒരു ചാലഞ്ച് നടക്കുന്നുണ്ട്. അപ്പൊ റിവക്കേഷൻ ഓഫ് വെസ്റ്റ് ബംഗാൾ ഇൻസെന്റീവ് സ്കീംസ് ആൻഡ് ഓബ്ലിഗേഷൻസ് ആൻഡ് നേച്ചർ ഓഫ് ഗ്രാന്റ്സ് ഇൻസെന്റീവ് ബിൽ 2025 ഇപ്പൊ കോടതിയിൽ ചാലഞ്ചിലാണ്. കോടതി എന്തായാലും അത് സ്റ്റേ ചെയ്യും, അതിലൊരു സംശയവുമില്ല. ഒരു ലീഗാലിറ്റി ഇല്ലാത്ത ഒരു പരിപാടിയാണ്. പക്ഷെ ഇതല്ല നമ്മൾ നോക്കേണ്ടത്. ഇത് എന്തിനാണ് ഇവർ ചെയ്യുന്നത്? ഇവർ കമ്പനികളെ ഓടിക്കാൻ എന്തിനാണ് മമതാ ബാനർജി ഇറങ്ങിക്കുന്നത്? നമ്മുടെ നാട്ടിൽ നോക്കുകൂലി മാതിരി, നമ്മുടെ നാട്ടിൽ ഓരോ ഈ പറഞ്ഞ ഇപ്പാറ്റീസ് കുറച്ച് ഭേദമായിട്ട്, പക്ഷെ എന്നാലും കേരളം എന്ന് പറഞ്ഞാൽ ഒരു വലിയ മാനുഫാക്ചറിങ് കമ്പനി അവിടെ ഒന്നുമില്ല. ഒരു കാറായാലോ ഒരു മൊബൈൽ ഫോൺ കമ്പനി ആയാലോ ഒന്നും അവിടെ ഇല്ല. അതേമാതിരിയാണ് വെസ്റ്റ് ബംഗാൾ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിനു മുമ്പും അവിടെ ദാൽമിയ, ബിർള, വെസ്റ്റ് ബംഗാളായിരുന്നു, കൽക്കട്ടയായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം. ആദ്യം ഡൽഹി ആയിരുന്നില്ല. അവരാദ്യം വന്ന് തലസ്ഥാനം സ്ഥാപിച്ചത് വെസ്റ്റ് ബംഗാളിലാണ്. പക്ഷെ നമ്മളിപ്പോ കണ്ടുവന്നത് എന്താണ്? അവിടുന്ന് കുറെ കാലമായിട്ട് 35 കൊല്ലം കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പൊ തൃണമൂൽ കോൺഗ്രസും വന്ന് കംപ്ലീറ്റ് ആയിട്ട് അവിടുത്തെ ഇൻഡസ്ട്രിയെ ഓടിച്ചു മാറ്റി. അവിടുത്തെ കോർപ്പറേറ്റ് ഹൗസസ് എല്ലാം ഓടിപ്പോയി. നമ്മളെപ്പോഴും വിചാരിക്കും ഇതിന് കുറെ കാരണങ്ങളുണ്ടാവും. ഈ കാരണങ്ങളുണ്ടായാലും സംശയമില്ല. ബിക്കോസ് ചില കമ്പനികളോട് വിറ്റുപോയി, ചിലർ പേര് മാറ്റി, ചിലർ മുംബൈയിലേക്ക്, ഇപ്പൊ ബിർലാസ് മുംബൈയിലേക്ക് പോയി, സിംഘാനിയാസ് വലിയ ഗ്രൂപ്പായിരുന്നു, അവർ ഡൽഹിക്ക് മാറി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും സെക്കൻഡ് മോസ്റ്റ് ഇൻഡസ്ട്രിയലൈസ് സ്റ്റേറ്റ് ആയിരുന്നു ഒരു കാലത്ത്. ഇന്നത് എവിടെയില്ലാണ്ട് പോയി വെസ്റ്റ് ബംഗാൾ. ഇത് അവിടുത്തെ ഒരു എന്താ പറയുക, ഒരു മിസ്ഫോർച്യൂണാണ് ശരിക്കും.
കമ്മ്യൂണിസ്റ്റുകാരെ മമതാ ബാനർജി മാറ്റി, അത്രയേ ഉള്ളൂ, വേറൊന്നും നടന്നിട്ടില്ല. ഈ സിംഗൂർ നടന്ന മാതിരി തന്നെ മമതാ ബാനർജി ചെയ്തുണ്ടാക്കിയ ഓരോ പരിപാടികളാണ് ഇത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 6600 കമ്പനികൾ, 6600 കമ്പനികൾ, ഇത് എന്റെ ഡാറ്റ അല്ല കേട്ടോ, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ ഡാറ്റ പ്രകാരം വെസ്റ്റ് ബംഗാളിൽ 2011 തൊട്ട് 2025 വരെ 6600 കമ്പനികൾ വെസ്റ്റ് ബംഗാൾ വിട്ടുപോയി. അതിൽ 110 ലിസ്റ്റഡ് കമ്പനികളായിരുന്നു. അതിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികൾ ആലോചിച്ചു. ഇവരെല്ലാം വെസ്റ്റ് ബംഗാൾ വിട്ടുപോയി. ഇതിന്റെ മെയിൻ കാരണം അവർ പറയുന്നത് അവിടുത്തെ ഗവൺമെന്റ്, ഒന്ന് അവിടുത്തെ ലോ ആൻഡ് ഓർഡർ, രണ്ടാമത്തെ അവിടുത്തെ ഇമിഗ്രേഷൻ, ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന് താമസിക്കുന്ന അവിടെ ആൾക്കാർ വന്ന് താമസിക്കുന്നുണ്ട്. പക്ഷെ അത് കാരണം അവർക്കൊരു റെഗുലർ ആയിട്ട് ഒരു ഇൻഡസ്ട്രി നടത്താൻ അവിടെ പറ്റുന്നില്ല. ഇപ്പൊ നടന്ന ആയിരക്കണക്കിന് ആൾക്കാർ, ലക്ഷക്കണക്കെന്ന് പറയാൻ വേണമെങ്കിൽ, കംപ്ലീറ്റ് അവർ ജോലി പോയി. അപ്പൊ അവരെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന 2000-3000 രൂപയുടെയാണ് അവർ ജീവിച്ചു പോകുന്നത്. ഈ ഇൻസെന്റിവൈസേഷൻ എന്തിനാണ് കൊടുക്കുന്നത്? അപ്പൊ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, ഇവൻ കേരള ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്, ചില ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കും. ഇൻഫോ പാർക്കിൽ വന്നോ, ടെക്നോ പാർക്കിൽ വന്നോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വന്ന് സെറ്റപ്പ് ചെയ്ത ഒരു ഇൻസെന്റീവ് കൊടുക്കും. ഇപ്പൊ ഞാൻ പറയാം, കീടെക്സുകാർക്ക് ഇവിടെ വറങ്കലില് തെലങ്കാന ഗവൺമെന്റ് കൊടുത്ത എന്താണ്, സ്ഥലം ചീപ്പായിട്ട് കൊടുത്തു, ടാക്സ് ഇൻസെന്റീവ്സ് കൊടുക്കും. ദാറ്റ് ഈസ് അടുത്തൊരു 5 കൊല്ലം GST പേ ചെയ്യേണ്ട. അങ്ങനെ ഓരോ പ്രൊവിഷൻസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യാൻ പറ്റും. അതെന്തിനാണ്? കമ്പനി അവിടെ തുടങ്ങും, വേറെ ലോക്കൽ ആൾക്കാർക്ക് ജോലി കിട്ടും. അതാണ് ഇവരൊക്കെ നോക്കുന്നത്. പക്ഷെ ഈ വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നത് അങ്ങനെയല്ല. വെസ്റ്റ് ബംഗാളിൽ നമുക്കറിയാം, ഒരു ഫേമസ് എക്കോണമിസ്റ്റ് ഉണ്ട്, കീൻസ് എന്നുണ്ട്, KEYNES. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴൊക്കെ എക്കണോമിക് ഡൗൺ ടേൺ ഉണ്ടായിട്ടുണ്ട്, എപ്പോഴൊക്കെ ഇപ്പോൾ കോവിഡ് മാതിരി സ്ഥലം, കോവിഡ് കഴിഞ്ഞ് ഇൻഡസ്ട്രി പിക്കപ്പ് ചെയ്യാൻ വേണ്ടത് ഗവൺമെന്റ് കുറെ ഇൻസെന്റീവ് കൊടുക്കേണ്ടി വരും. ആ ഇൻസെന്റീവ് കൊടുക്കുമ്പോഴാണ് കമ്പനികൾ വന്ന് കമ്പനി തുടങ്ങുന്നത്. അവിടെ ഇൻഫാക്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, 60% പ്രൊഡക്ടിവിറ്റി കൂടുന്ന പറയുന്നത് ഇൻസെന്റീവ്സ് കൊടുക്കുമ്പോൾ. ഇനി അത് വലിയൊരു സബ്ജക്റ്റ് ആണ്, എക്കണോമിക്സിൽ പോയി കഴിഞ്ഞാൽ അത് ഡിസ്കസ് ചെയ്ത് വരുമ്പോഴേക്ക് സമയം കുറെ പിടിക്കും. പക്ഷെ ഇത് നമുക്ക് നോക്കണേ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മോദി ഗവൺമെന്റ് എന്താ ചെയ്തത്? മോദി ഗവൺമെന്റ് ഒരു പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്ന സ്കീം കൊണ്ട് ഇന്ന് മൊബൈൽ ഫോൺ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി, വൺ ഓഫ് ദ മേജർ മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് ബേസായി ഇന്ത്യ മാറാൻ കാരണം എന്താണ്? ഈ PLI ആണ്. ഇതില് മോദി ഗവൺമെന്റ് ഇറക്കിയിരിക്കുന്ന 2 ലക്ഷം കോടിയാണ് ഇൻസെന്റീവായിട്ട്. നിങ്ങൾ തുടങ്ങൂ, നിങ്ങൾക്ക് എത്ര ഇൻസെന്റീവ് കിട്ടും? നിങ്ങൾക്ക് 5000 അല്ലെങ്കിൽ 3500 കോടി അല്ലെങ്കിൽ 2500 കോടി ഇൻസെന്റീവായിട്ട് കൊടുക്കും. അതിൽ നിങ്ങൾ ഇതൊക്കെ അച്ചീവ് ചെയ്യണം, എത്ര പ്രൊഡക്ഷൻ നടക്കണം, എത്ര പേർക്ക് ജോലി കൊടുക്കണം, കണക്കുണ്ടായിരിക്കും. അതാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ മോദി ഗവൺമെന്റ് PLIയിൽ നടന്ന ഇൻസെന്റീവ് പ്രകാരം 1,70,70,000 കോടിയാണ് ഇതിൽ FDI വന്നിരിക്കുന്നത്. 1.76 lakh crore ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്, മെയിൻലി ഇലക്ട്രോണിക് സെക്ടറിൽ 254% കൂടിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ്. അതേ സമയത്ത് വെസ്റ്റ് ബംഗാളിൽ ഒന്നുമില്ല. അവിടെ എങ്ങനെയെങ്കിലും ഉള്ള ആൾക്കാരെ ഓടിക്കാനാണ് നോക്കുന്നത്. ഇതാണ് ഒരു മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. ഈ മമതാ ബാനർജി ആയാലും കമ്മ്യൂണിസ്റ്റുകാരായാലും ഇവർ ചെയ്തതൊക്കെ തന്നെയാണ്. ഇവർ അവിടെ നിന്നുള്ള കമ്പനികളെ ഓടിച്ചു. വെസ്റ്റ് ബംഗാൾ ഞാൻ പറയാം, ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ കൊല്ലം നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാളിന് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് 2534 ലാസ്റ്റ് ഫിസ്ക്കലിൽ കിട്ടിയതാണ്. ദാറ്റ് ഇസ് 2024-25. അത് ഇന്ത്യയിലെ ടോപ്പ് 10 ഡെസ്റ്റിനേഷൻസിൽ ആ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. നീതു ആലോചിച്ച് നോക്കൂ. ഇതാണ് വെസ്റ്റ് ബംഗാളിന്റെ കാര്യം. 1991 ഒരു വെസ്റ്റ് ബംഗാളിന്റെ എക്കോണമി അന്ന് വല്ലാത്ത ഹോസ്റ്റൈൽ ടൈമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയെങ്കിലും ഇവരൊക്കെ ഓടിക്കണം, ഈ ബൂർഷുകളൊക്കെ ഇവിടുന്ന് ഓടിക്കണം. ജ്യോതി ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വലിയ മുതലാളികളെ ഞങ്ങളിവിടെ കേറ്റില്ല എന്നൊക്കെ. അങ്ങനെയാണ് ഉണ്ടായത്. ഇൻഫാക്ട് ഇത് മാത്രമല്ല, പിന്നെ ഇത് മൻരേഗ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, നമുക്കറിയാലോ. ഒരു റൂറൽ ഏരിയയിൽ 100 ദിവസം ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നടത്തുന്ന സ്കീമുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. അത് വെസ്റ്റ് ബംഗാൾ നടത്തുന്നില്ല. എന്ത് പറഞ്ഞാൽ പറയും, സെൻട്രൽ ഗവൺമെന്റ് കാശ് തന്നില്ല. അപ്പൊ ഹൈക്കോടതി അടുത്ത് പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല, നിങ്ങളുടെ അടുത്ത് കാശ് കിടപ്പുണ്ട്, നിങ്ങൾ പണി തുടങ്ങാണ്ടാണെന്നിട്ട് പുള്ളപ്പ് ചെയ്തു അവിടുത്തെ. ഇതൊക്കെയാണ് നമ്മൾ നോക്കണേ. ഈ സ്കീം ഞാൻ പറഞ്ഞ ലീഗലായിട്ട് ചാലഞ്ച് ചെയ്യാൻ പറ്റും. ബിക്കോസ് സെക്ഷൻ 3 ആക്ടിന്റെ റിട്രോസ്പെക്റ്റീവായിട്ട് നടത്താൻ പറ്റും എന്നുള്ള ഒരു പരിപാടി ഉണ്ട്. പക്ഷെ അത് കോടതി എന്തായാലും തള്ളും, അതിലൊരു സംശയം വേണ്ട. അത് കുറെ നമുക്ക് വെസ്റ്റ് ബംഗാളിനെ പറ്റി പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ആയുഷ്മാൻ ഭാരത് സ്കീമുണ്ട്. ആയുഷ്മാൻ ഭാരത് എന്ന 5 ലക്ഷം ഒരു മാസം ഒരു കൊല്ലം ഹെൽത്ത് കെയറിന് കൊടുക്കുന്നത് മോദി ഗവൺമെന്റ് ഒരു സ്കീമാണ്. നിങ്ങൾ ഇൻഷുറൻസുമാര് ഹെൽത്ത് കെയർ ഇപ്പൊ അത് 70 വയസ്സിന് കൂടുതൽ അവർക്കും ഉണ്ട്. അതല്ലാണ്ട് പാവപ്പെട്ടു. വെസ്റ്റ് ബംഗാൾ പറഞ്ഞു, ഞങ്ങൾ ചെയ്യില്ല, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് അത് വേണ്ട, ഞങ്ങളുടെ അവിടുത്തെ ആൾക്കാർക്ക് അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ഇതാണ് വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും വലിയ പ്രോബ്ലം. ബിക്കോസ് വെസ്റ്റ് ബംഗാളില് ഈ ലോ ആൻഡ് ഓർഡർ നമുക്ക് എല്ലാവർക്കും അറിയാം. മുർഷിദാബാദ് ആയാലും മാൾഡ ആയാലും കുറെ കലാപം നടന്നിട്ടുള്ള ഏരിയകളാണ്.
എങ്ങനെയാണ് അവിടെ കമ്പനികളെ കൊണ്ടുവരാന്നാണ് നോക്കേണ്ടത്. ഇതിൽ ലാസ്റ്റിൽ ആർക്കാണ് നഷ്ടം? ബംഗാളികൾക്ക് തന്നെ. ബിക്കോസ് ഒരു കാലത്ത് വെസ്റ്റ് ബംഗാളിന്റെ ഫിസിക്കൽ അല്ല GDPക്ക് നമ്മുടെ GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്പർ നോക്കിക്കഴിഞ്ഞാൽ 10% 1960. ഇന്നിപ്പോൾ അത് 5% മാറി. ഇൻഫാക്ട് പെർ ക്യാപിറ്റ ഇൻകം ഇപ്പോൾ ഉള്ളത് 83% മാത്രമേ. ഈവൻ ഒറീസയെക്കാട്ടിലും കുറവാണ് വെസ്റ്റ് ബംഗാൾ. ആലോചിച്ച് നോക്കൂ. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി കൂടിക്കഴിഞ്ഞു വെസ്റ്റ് ബംഗാളിൽ. ഇതാണ് ഇപ്പൊ അവരെ ഡെഫിസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റിന്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GSDP എന്ന് പറയും, അതിന് 38% ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ്. അപ്പൊ ശരിക്കും പാപ്പരായിരിക്കുകയാണ് അവിടുത്തെ ഗവൺമെന്റ്. അത് വെച്ച് നോക്കുമ്പോൾ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്ന് പറയും. ഉത്തർപ്രദേശും ബീഹാറിനേക്കാണ് പിന്നിലാണ് ഇവര് വെസ്റ്റ് ബംഗാൾ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വെസ്റ്റ് ബംഗാളിൽ ഒരു ശരിക്കും ഞാൻ പറഞ്ഞ ഒരു പേരുണ്ടായിരുന്നില്ല, വേസ്റ്റ് ബംഗാൾ. അത് തന്നെയായി മാറും വെസ്റ്റ് ബംഗാൾ അവസാനം. ഇവർക്കൊരു ഇൻഡസ്ട്രി അവിടെ വരാൻ സമ്മതിക്കുന്നില്ല. ഏത് ഗവൺമെന്റ് ആണ് കൊടുത്ത ഇൻസെന്റീവ്? ഇതിങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളറിയാം, ഒരാൾ ഒരു വീടൊക്കെ പണിത് കഴിഞ്ഞിട്ട് ബാങ്കിന് ലോണൊക്കെ എടുത്ത് വീടൊക്കെ പണിത് കഴിഞ്ഞ് ഗവൺമെന്റ് ഒരു ഇൻസെന്റീവ് കൊടുത്തിട്ട് ചെയ്ത് പണിതായിരിക്കും. പിന്നെ ഒരു ദിവസം സുപ്രഭാതത്ത് പോയിട്ട് ഈ ബാങ്ക് പറയാം, ഈ വീടിന് നിങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ തിരിച്ചെടുക്കാന്ന്. എങ്ങനെ ചെയ്യാൻ പറ്റാത്? ഇതാണ് ഇൻസെന്റീവ് കൊടുത്തിട്ട് ശമ്പളം കൊടുത്ത് അവിടെ ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്ത് കുറെ പേർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞിട്ട് ഗവൺമെന്റ് പറയാ, ഇനി വേണ്ട കേട്ടോ, നിങ്ങളുടെ കമ്പനി ഇനി ആ തന്ന കാശൊക്കെ നിങ്ങൾക്ക് തിരിച്ചു. വെസ്റ്റ് ബംഗാളിലെ ഇൻഡസ്ട്രി അവിടുന്ന് ഞാൻ പറഞ്ഞ 6600 കമ്പനികളാണ് വെസ്റ്റ് ബംഗാൾ വിട്ടു പോയിക്കുന്നത്. അതിൽ 110 ലിസ്റ്റഡ് കമ്പനികളാണ്. അപ്പൊ തന്നെ അറിയാം വെസ്റ്റ് ബംഗാൾ ഒരു കാലത്ത് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലായിരുന്നു വെസ്റ്റ് ബംഗാൾ. ഇന്ന് മുടിഞ്ഞ് ശരിക്ക് കുത്തുവാളെടുത്തിട്ടുണ്ട്.